അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം മുതൽ 61 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. ദേവീ വാ മാനുഷീ വാസി ബാലപുത്രാവനേ കഥം രാജ്യഭ്രഷ്ടേവ വാമോരു ഭാസി ത്വം കമലേ ക്ഷണേ. ഏവം സാ മുനിനാ പൃഷ്ടാ നോവാച വരവർണിനി രുതതീ ദുഃഖസന്തപ്ത വിദല്ലം ച സമാദിശൽ. വിദല്ലസ്തമുവാചേദം ധ്രുവസന്ധിർനൃപോത്തമ തസ്യ ഭാര്യാ ധർമ്മപത്നി നാമ്നാ ചേയം മനോരമ. സിംഹേന നിഹതോ രാജാ സൂര്യവംശീ മഹാബല. പുത്രോയം നൃപതേസ്തസ്യ നാമ്നാ ചൈവ സുദർശന. അസ്യാ പിതാതിധർമാത്മാ ദൗഹിത്രാർത്ഥേ മൃതോരണേ. യുധാജിൽ ഭയസന്ത്രസ്ത സംപ്രാപ്ത വിജനേ വനേ. ത്വാമേവ ശരണം പ്രാപ്ത ബാലപുത്രാ നൃപാത്മജാ. ത്രാതാ ഭവ മഹാഭാഗ ത്വമസ്യാ മുനിസത്തമ.
ആർത്തസ്യ രക്ഷണേ പുണ്യം യജ്ഞാധികമുദാഹൃതം ഭയത്രസ്തസ്യ ദീനസ്യ വിശേഷഫലദം സ്മൃതം. ഋഷിരുവാച നിർഭയാവസ കല്യാണി പുത്രം പാലയ സുവ്രതേ നതേ ഭയം വിശാലാക്ഷി കർത്തവ്യം ശത്രുസംഭവം. പാലയസ്വ സുതം കാന്തം രാജാതേയം ഭവിഷ്യതി നാത്ര ദുഃഖം തഥാ ശോക കദാചിൽ സംഭവിഷ്യതി. വ്യാസ ഉവാച ഇത്യുക്താ മുനിനാ രാജ്ഞി സ്വസ്ഥാ സാ സംബഭൂവഃ ഉടജേ മുനിനാ ദത്തേ വീതശോകാ തദാവസൽ. സൈരന്ധ്രീ സഹിതാ തത്ര വിദല്ലേന ച സംയുതാ സുദർശനം പാലയാന ന്യവസൽ സാ മനോരമാ. ശ്രീജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയ സ്കന്ധേ പഞ്ചദശോऽധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാകാള്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം മുതൽ 61 കൂടിയുള്ള 11 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. ഇതോടെ തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം പൂർത്തിയാകുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം, അമ്മേ ശരണം. ദേവസ്ത്രീയോ മനുഷ്യനോ ബാലനായ പുത്രനൊപ്പം വന്നതെന്തേ രാജ്യഭ്രഷ്ടയാണോ ചൊല്ലുക. ഭരദ്വാജവാണി കേട്ടു അവളൊന്നും പറഞ്ഞില്ല. വില്ലജനോടു പറയാൻ നിർദ്ദേശിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വില്ലതൻ പറഞ്ഞാനപ്പോൾ ധ്രുവസന്ധി എന്ന രാജൻ തന്റെ പത്നി മനോരമയാണിവൾ മൂന്നേ. സൂര്യവംശിയായ രാജൻ സിംഹത്തിനാൽ കൊല്ലപ്പെട്ടു. സുദർശനൻ എന്ന ബാലൻ രാജകുമാരൻ. ധർമാത്മാവാമിവളുടെ പിതാവോ ദൗഹിത്രനായി യുദ്ധം ചെയ്തു മരിച്ചല്ലോ ശത്രുവിനാലേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം, അമ്മേ ശരണം. ഭയപ്പെട്ടു വനത്തിലായെത്തിച്ചേർന്നു പുത്രനൊപ്പം. ഭരദ്വാജനാകും മുനെ ശരണമേകൂ. ആർത്തരക്ഷ യജ്ഞത്തെക്കാൾ മഹത്തരം എന്നാണല്ലോ. ദീനരാകും ഞങ്ങളെയും രക്ഷിച്ചിടണേ. അമ്മ
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ശരണം. ഋഷി പറഞ്ഞു, വ്രതസ്ഥയാം നീയും നിന്റെ പുത്രനും ഇവിടെ പാർക്കൂ. ശത്രുക്കളെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. സുന്ദരനാം പുത്രനെ നീ സംരക്ഷിക്കൂ. സുദർശനൻ രാജാവാകും, ശോക ദുഃഖം ഉണ്ടാകുകില്ല. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, മുനിയുടെ വാക്കു കേട്ടു മനോരമ ശാന്തയായി. മുനിദത്തമായിടത്തു താമസിച്ചല്ലോ. ദാസിയോടും മന്ത്രിയോടും ഒരുമിച്ചു മനോരമ സുദർശനനെയും കാത്തു രക്ഷിച്ചു വാണു. അമ്മേ ദേവി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 243 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം മുതൽ 61 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണ ഭാഷാഗാനങ്ങളിലൂടെ അനുഭവിച്ചത്. ഇനി അതിൻ്റെ പ്രഭാഷണ രൂപത്തിലുള്ള ഭാഗം. ഇവിടെ 51-ാമത്തെ ശ്ലോകം സാക്ഷാൽ ആ ദേവി മനോരമ ഭയപ്പാടോടുകൂടി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് തൻ്റെ മകനായ സുദർശനോടുകൂടി എത്തിച്ചേർന്നു. ആ സമയത്ത് ഭരദ്വാജൻ ചോദിച്ചു, നീ ആരാണ്? ആരുടെ പത്നിയാണ്? കാസി കസ്യ പരിഗ്രഹ കഷ്ടേനാത്ര കഥം പ്രാപ്ത. ഇത്ര കഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്? എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ എന്ന്
പറയുകയാണ്. നീ അടുത്ത ശ്ലോകത്തിൽ ദേവീവാ മാനുഷീവാസി ബാലപുത്ര വനേകഥം, ദേവസ്ത്രീയാണോ മനുഷ്യ സ്ത്രീയാണോ? ബാലനായ ഒരു പുത്രനോടുകൂടി ഈ വനത്തിലേക്ക് നീ എങ്ങനെയാണ് വന്നത്? രാജ്യഭ്രഷ്ടേവ വാമോരു ഭാസി ത്വം കമലേക്ഷണേ. ഹേ കമലത്തിൻ്റെ ആ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടിയവളെ സുന്ദരി, നീ രാജ്യഭ്രഷ്ടയാണ് എന്ന് തോന്നുന്നു. നിന്റെ ആ ഭാവഹാവാദികളിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏവം സാ മുനിനാ പൃഷ്ട നോവാച വരവർണിനി രുതതി ദുഃഖസന്തപ്ത വിദല്ലം ച സമാദിശൽ. ഇങ്ങനെ ഭരദ്വാജൻ ആ മുനി ചോദിച്ചപ്പോൾ രൂപവതിയായ സുന്ദരിയായ വരവർണിനിയായ ആ ദേവി മനോരമ ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് നോവാച, ഒന്നും തന്നെ പറഞ്ഞില്ല. രുതതി ദുഃഖസന്തപ്ത, ദുഃഖാർത്തയായി വിലപിച്ചുകൊണ്ട് വിദല്ലം ച സമാദിശൽ, വിദല്ലനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. വിദല്ലസ്തമുവാചേതം, വിദല്ലൻ ആ സമയത്ത് മഹർഷിയോട് പറഞ്ഞു, ധ്രുവസന്ധിർ നൃപോത്തമ, ധ്രുവസന്ധി എന്ന ഒരു രാജശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. തസ്യ ഭാര്യ ധർമ്മപത്നി നാംനാചേയം മനോരമ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായി പട്ടമഹിഷിയായി ആദ്യപത്നിയായി മനോരമ എന്ന ഈ പെൺകുട്ടി, മനോരമ എന്നാണ് ഇവളുടെ പേര് എന്നും പറഞ്ഞു. പിന്നെ ധ്രുവസന്ധിയെക്കുറിച്ച് പറയുകയാണ്. സിംഹേന നിഹതോ രാജ സൂര്യവംശീ മഹാബല, സൂര്യവംശത്തിലെ മഹാബലവാനായിരുന്ന ആ രാജാവ് അദ്ദേഹത്തെ ഒരു സിംഹം നിഗ്രഹിച്ചു. സിംഹേന നിഹതോ രാജ പുത്രോയം നൃപതേസ്തസ്യ നാംനാ ചൈവ സുദർശന, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ കുട്ടി. ഈ കുട്ടിയുടെ പേര് സുദർശനൻ എന്നാണ്. അസ്യാ പിതാതിധർമാത്മാ ദൗഹിത്രാർത്ഥേ മൃതോ രണേ, ഈ മനോരമയുടെ ഈ രാജ്ഞിയുടെ പിതാവ് വളരെ ധർമാത്മാവായിരുന്നു. തൻ്റെ ദൗഹിത്രന്, തൻ്റെ മകളുടെ മകനെയാണ് ദൗഹിത്രൻ എന്ന് പറയുക. മകൻ്റെ മകനെ പൗത്രൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആ ദൗഹിത്രൻ ആയിരിക്കുന്ന സുദർശനനെ വേണ്ടി യുദ്ധത്തിൽ മരണമടഞ്ഞു. ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ നിഗ്രഹിച്ചത് യുധാജിത്ത് എന്ന രാജാവാണ്. ഇപ്പോൾ ആ യുധാജിത്തിനെ ഭയപ്പെട്ട് വിജനമായ ഈ വനത്തിലേക്ക് എത്തിയിരിക്കുന്നു. യുധാജിത് ഭയസന്ത്രസ്ത സംപ്രാപ്ത വിജനേ വനേ ത്വാമേവ ശരണം പ്രാപ്ത ബാലപുത്ര നൃപാത്മജ, രാജപുത്രിയായ ഇവൾ ബാലനായ തൻ്റെ പുത്രനോടുകൂടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ത്രാതാ ഭവ മഹാഭാഗ ത്വമസ്യ മുനിസത്തമ, ഹേ മഹാഭാഗനായിരിക്കുന്ന മുനിശ്രേഷ്ഠ, അങ്ങ് ഇവളുടെ രക്ഷകനായി തീരണേ, ഇവളെ രക്ഷിക്കണേ. ആർത്തസ്യ രക്ഷണേ പുണ്യം യജ്ഞാധികമുദാഹൃതം ഭയത്രസ്തസ്യ ദീനസ്യ വിശേഷഫലദം സ്മൃതം. എന്നിട്ട് വിദലൻ നേരത്തെ പറഞ്ഞു മഹാമനീഷിയാണ്, എല്ലാ നൈപുണ്യങ്ങളുള്ള ആളാണ് ആ മന്ത്രി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞു ആർത്തന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ പുണ്യം യജ്ഞാധികമുദാഹൃതം, യജ്ഞത്തിനേക്കാൾ, യജ്ഞം ചെയ്യുന്നതിനേക്കാൾ പുണ്യം നിറഞ്ഞതാണ് ഇത്തരത്തിൽ ആർത്തന്മാരെ രക്ഷിക്കുക എന്നുള്ളത്. ഭയത്തിൽ നിന്ന് ആണ് ഈ ദീനനെ രക്ഷിക്കുന്നതെങ്കിലോ വിശേഷ ഫലദം സ്മൃതം, വിശിഷ്ടമായിട്ടുള്ള ഫലം നൽകുന്നതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഭരദ്വാജൻ പറയുന്നു, ഋഷിരുവാച, എന്താ പറഞ്ഞത്? നിർഭയാ വസ കല്യാണി, ഹേ മംഗളസ്വരൂപിണി, നീ ഇവിടെ ഒരു പേടിയുമില്ലാതെ കഴിഞ്ഞോളൂ. പുത്രം പാലയ സുവ്രതേ, പവിത്രമായ വ്രതം ആചരിക്കുന്നവളാണ് നീ. അതുകൊണ്ട് ഈ പുത്രനെ സംരക്ഷിച്ചുകൊണ്ട് നിർഭയമായി ഇവിടെ താമസിക്കൂ. നതേ ഭയം വിശാലാക്ഷി കർത്തവ്യം ശത്രുസംഭവം, ഹേ വിശാലനേത്രേ വിശാലാക്ഷി, വിശാലമായ വളരെ നീണ്ടിടംപെട്ട കണ്ണുകളോടുകൂടിയവൾ, നീ ശത്രുക്കളെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല.
പാലയസ്സ സുതം കാന്തം രാജാതേയം ഭവിഷ്യതി. ഈ സുന്ദരനായ മകനെ ദേവി സംരക്ഷിക്കൂ, വളർത്തൂ. നിന്റെ പുത്രൻ രാജാതേയം ഭവിഷ്യതി, ഇവൻ ഒരിക്കൽ രാജാവായിട്ട് തീരും. നാത്ര ദുഃഖം തഥാ ശോക, നിനക്കൊരിക്കലും ദുഃഖമോ ശോകമോ കഥാചിൽ സംഭവിഷ്യതി, ഒരിക്കലും ഈ ആശ്രമത്തിൽ വെച്ച് നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. വേദവ്യാസൻ ജനമേജയനോട് പറഞ്ഞു നിർത്തുകയാണ്. ഇത്യുക്ത മുനിനാരാജ്ഞി സ്വസ്ഥാസാ സംബഭൂവഃ ഉടജേ മുനിനാദത്തെ വീതശോകാ തദാവസൽ. ഭരദ്വാജ മുനി അഭയം നൽകിയപ്പോൾ ആ മനസ്സ് സ്വസ്ഥാസ വളരെ സ്വസ്ഥമായി തീർന്നു, ശാന്തമായി തീർന്നു. മഹർഷി നൽകിയ ഒരു പർണശാലയിൽ ഉടജേ മുനിനാദത്തെ, മുനിനാദത്തെ ഉടജേ, മുനി നൽകിയ ആ പർണശാലയിൽ അവൾ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെ, അല്ലലൊന്നുമില്ലാതെ അവിടെ തദാവസൽ, അവിടെ വസിക്കാൻ തുടങ്ങി, അവിടെ താമസം തുടങ്ങി. സൈരന്ധ്രി സഹിതാ തത്ര വിദല്ലേന ച സംയുത. സൈരന്ധ്രി ദാസിയോടും അതേപോലെ തന്നെ വിദല്ലൻ എന്ന മന്ത്രിയോടും കൂടി സുദർശനം പാലയാന, സുദർശനനെ പരിപാലിച്ചും കൊണ്ട് ന്യവസൽ സാ മനോരമ, അവിടെ ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ വളരെ സുഖമായി സ്വസ്ഥമായി യാതൊരു തരത്തിലുള്ള പേടിയുമില്ലാതെ അവിടെ ആ മനോരമ എന്ന ധ്രുവസന്ധിയുടെ ധർമ്മപത്നി താമസിച്ചു. യുധാജിത്തിനെ കുറിച്ച് പേടിച്ചിട്ടാണ് അവൾ ഓടി ആ വാരാണസിയിൽ വന്ന് അത് അവിടെ ഗംഗയൊക്കെ കടന്ന് ഈ ത്രികൂടപർവ്വതത്തിൻ്റെ താഴെയുള്ള ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തിയത്. ഇപ്പോൾ അവൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയും ഇല്ല എന്ന് തന്നെയല്ല, വളരെ സുഖമായി സന്തോഷത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി അവിടെ കഴിയാൻ ആരംഭിച്ചു എന്ന 15-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് 15-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. നാളെ 16-ാമത്തെ അധ്യായം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.